ആഭ്യന്തര കലഹം രൂക്ഷമായ സിറിയ വിമതർ പിടിച്ചെടുത്തതിന് പിന്നാലെ അവസരം മുതലാക്കി ഇസ്രായേൽ സൈന്യം. സിറിയയിലെ ആയുധശേഖരങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് വൻ വ്യോമാക്രമണമാണ് ഇസ്രായേൽ സൈന്യം നടത്തുന്നത്. 310-ലധികം ഇടങ്ങളിൽ ഒരുമിച്ച് ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേസമയം സിറിയയിലെ ഭരണമാറ്റവും ഈ ആക്രമണവും എല്ലാം ബാധിച്ചിരിക്കുന്നത് എന്നത്തെയും പോലെ സാധാരണക്കാരെയാണ്. 1.5 ലക്ഷത്തോളം പേരുടെ അഭയാർത്ഥി അപേക്ഷകളാണ് നിലവിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പരിഗണനയിൽ വന്നത്. എന്നാൽ ചില യൂറോപ്യൻ രാജ്യങ്ങൾ സിറിയക്കാരുടെ അപേക്ഷകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, UK, നോർവേ, ഇറ്റലി, ഓസ്ട്രിയ, ഡെൻമാർക്ക്, സ്വീഡൻ, ബെൽജിയം, ഫ്രാൻസ്, നെതർലൻഡ്സ് എന്നിവ അടക്കമുള്ള രാജ്യങ്ങളുടേതാണ് നടപടി. അതിനിടെയാണ് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം. ഇതോടെ സാധാരണക്കാർ ജീവന് വേണ്ടി നെട്ടോട്ടത്തിലാണ്. 1,31,574 സിറിയക്കാർ പുതുതായി അഭയാർത്ഥി അപേക്ഷ നൽകിയെന്ന കണക്കാണ് UN പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനകം 80,000-ലധികം അപേക്ഷകൾ പരിഗണിക്കാൻ കഴിയില്ലെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അറിയിച്ചതായും UN പറയുന്നു. സിറിയയിലെ ഭീകരരുടെ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷമേ അപേക്ഷകൾ സ്വീകരിക്കുന്നത് പുനരാരംഭിക്കൂ. അല്ലെങ്കിൽ അത് തങ്ങളുടെ രാജ്യങ്ങൾക്ക് അപകടം വരുത്തുമെന്ന നിലപാടാണ് ഈ രാജ്യങ്ങൾക്കുള്ളതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2011 മുതൽ 14 ദശലക്ഷത്തിലധികം സിറിയക്കാർ സുരക്ഷിതത്വം തേടി വിദേശ രാജ്യങ്ങളെ സമീപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറിയെന്ന നിരീക്ഷണത്തിലാണ് EU രാജ്യങ്ങൾ. ഈ നിലപാടാവട്ടെ ബാധിച്ചിരിക്കുന്നത് അഭയം ലഭിച്ച സിറിയക്കാരെയാണ്. പല രാജ്യങ്ങളും നേരത്തെ അഭയം നൽകിയിരുന്ന സിറിയക്കാരെ ഒരുമിച്ച് നാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമത്തിലുമാണ്. തങ്ങളുടെ രാജ്യത്ത് അഭയം കണ്ടെത്തിയ സിറിയക്കാരെ തിരികെ പോകാൻ സഹായിക്കുമെന്ന പ്രസ്താവന ആദ്യമിറക്കിയത് ഓസ്ട്രിയയാണ്. ഇവരെ നാടുകടത്താനുള്ള മാർഗമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഏകദേശം 95,000 സിറിയക്കാർ ഓസ്ട്രിയയിൽ താമസിക്കുന്നുണ്ട്. ഇവരിൽ പലരും 2015-ലെയും 2016-ലെയും കുടിയേറ്റ പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിയവരാണ്. ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട 2011 മുതൽ 2021 മാർച്ച് വരെ സിറിയയിൽ 3 ലക്ഷത്തിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. ഇവരിൽ 7-1 കുട്ടികളാണ്. ദശലക്ഷക്കണക്കിന് പേർ പലായനം ചെയ്തു. ജനസംഖ്യയിൽ നല്ലൊരു പങ്കും പരിക്കേറ്റവരായി. ഇവരിൽ ഒരു വിഭാഗമാണ് ഇപ്പോൾ അഭയം ചോദിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ അവരും നിലവിൽ അഭയം കിട്ടിയവരും ഒരുപോലെ പ്രതിസന്ധിയിലാണെന്നാണ് ഈ റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. അതേസമയം സിറിയയുടെ ഭാവി ഇനി സിറിയക്കാർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പ്രാദേശികതയും ജനാധിപത്യത്തിൻ്റെ അഭാവവും മറികടക്കാൻ അവർക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം.